ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂടെ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു സ്പൈഡർമാൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോയിൽ സ്പൈഡർ നോയർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പൈഡർമാൻ സീരീസാണ്. ആക്ച്വലി ഇത് എംജിഎമ്മിൻ്റെ അല്ലെങ്കിൽ സോണിയുടെ സ്പൈഡർമാൻ സിനിമാറ്റിക് യൂണിവേഴ്സ് ഇല്ല, അതിൻ്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങുന്നൊരു സാധനമാണ്. ആക്ച്വലി മറ്റേ ആ ഒരു ഫിനിഷ് ചെയ്ത ഒരു ക്ലോസ് ചെയ്തൊരു സംഭവം ഉണ്ടല്ലോ, SSU, നമ്മുടെ വെനോം, മോർബിയസും മറ്റേ മാഡം വെബൊക്കെ ഉള്ള ആ ഒരു സോണിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സ്. അതിൽ സ്പൈഡർമാൻ ഇല്ല, പക്ഷേ ബാക്കി വില്ലന്മാരൊക്കെ കൂടെ എന്നുള്ളൊരു സെറ്റപ്പ്. അത് 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 ഫിനിഷ് ചെയ്ത് അത് തീർത്തു. അവർ വെനത്തിൻ്റെ അവസാനത്തെ പടത്തോടെ അവർ പരിപാടി നിർന്നു. സോ അതിലുള്ള ഒരു ആൾട്ടർനേറ്റ് യൂണിവേഴ്സിലുള്ള ഒരു ക്യാരക്ടറൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ആൾട്ടർനേറ്റ് യൂണിവേഴ്സിൽ സ്പൈഡർമാൻ എന്ന് ആലോചിച്ചാൽ മതി. മറ്റേത് കാണണം എന്നൊരു നിർബന്ധവുമില്ല. സോ ഈ സീരീസ് മൊത്തത്തിൽ അടിപൊളിയാണ്. നല്ല നൈസായിട്ട് ഒരു മേക്ക് ചെയ്തിട്ടുണ്ട്. 8 എപ്പിസോഡുകളാണുള്ളത്. ഒറ്റയടിക്ക് നമുക്ക് ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മുഴുവൻ മേക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഒരു ടിപ്പിക്കൽ സൂപ്പർ ഹീറോ സ്പൈഡർമാൻ സീരീസ് എന്ന രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യരുത്. ഇതൊരു മാതിരി ഒരു ബാറ്റ്മാൻ ആസ് എ സ്പൈഡർമാൻ എങ്ങനെ ഉണ്ടാവും ആ ഒരു രീതിയിലുള്ള സെറ്റപ്പാണ്. കാരണം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മോഡിലാണ് ഈ സീരീസ് മുഴുവനായിട്ട് പോവുക. നമ്മൾ കൂടുതലായിട്ടും കാണാം നിക്കോളസ് കേജിൻ്റെ ആ ഒരു ബെൻ റൈൽ എന്നൊരു ക്യാരക്ടറായിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ പീറ്റർ പാർക്കർ എന്ന് പറയില്ല, അതുപോലെ ഇതിൽ ബെൻ. സോ ഈ ബെന്നിൻ്റെ ക്യാരക്ടറായിട്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ട് കാണുക. ഈ സ്പൈഡറായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സീക്വൻസുകളും സ്ക്രീൻ പ്രസൻസ് ഒക്കെ കുറവാണ്. പക്ഷേ സ്റ്റിൽ അതിങ്ങനെ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ രണ്ടും കൂടി ബാലൻസ്ഡ് ആയിട്ട് ഈക്വലായിട്ട് ഇവർ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ഈ സീരീസിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് 2 ആൾട്ടർനേറ്റ് വെർഷൻസിൽ അവൈലബിൾ ആണ്. അതായത് കളറിലും ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഉണ്ട്. ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഇത് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ട്രൂ കളറിലും ഉണ്ട്, മറ്റേ വിഷൻ ആ സാധനം. ദെൻ ഈ പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലും. ഇത് ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണേണ്ട ഒരു സാധനമായിട്ടാണ് ഇവർ ഇൻറ്റൻറ്റ് ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. ഞാൻ രണ്ടും കൂടി സ്വിച്ച് ചെയ്തിട്ടാണ് കണ്ടത്. ഞാൻ പല സമയത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റും പല സമയത്തും കളറും രണ്ടും കൂടി സ്വിച്ച് ചെയ്ത് കണ്ടു. അങ്ങനെ കാണുമ്പോൾ രസമുണ്ട്. കാരണം ചിലത് ഇവർ കളറിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സാധനങ്ങൾ പക്ഷേ ഈ ആക്ഷൻ ഫൈറ്റ് സീക്വൻസുകളൊക്കെ വരുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കുറച്ചും കൂടി നല്ലത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അധികം ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ അതിനൊരു പ്രത്യേക ഫാൻഡും ഉണ്ട്. നമ്മുടെ മറ്റേ ജസ്റ്റിസ് ലീഗൊക്കെ ഇല്ലേ, മറ്റേ സ്നൈഡർ കട്ട്, അതൊക്കെ അത് അങ്ങനെ കാണുമ്പോഴാണ് അതിൻ്റെ രസം. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ കാണുമ്പോഴാണ് രസം. സോ കൂടുതലായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാൻ ശ്രമിക്കുക. പക്ഷേ ആമസോൺ പ്രൈമിൽ നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മറ്റ് ദെൻ ഇത് കൂടാതെ ഓഡിയോ അടക്കം മലയാളം ഡബടക്കം അവർ ഒറിജിനലായിട്ട് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ ലാംഗ്വേജസിലും ഉണ്ട്. ഞാൻ മലയാളമൊക്കെ വെച്ച് നോക്കി, ഒരു വലിയ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് തമിഴ് ഡബ്ബൊക്കെയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രോപ്പർ അല്ലെങ്കിൽ ഒറിജിനൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഡബ്ബിൽ തന്നെ കാണാം. ആൻഡ് നിക്കോളസ് കേജിൻ്റെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. കാരണം മൂപ്പര് ഈ സ്പൈഡർമാനായിട്ട് വരുന്ന സമയത്ത് ഫുൾ ഡ്യൂപ്പാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ, ഇപ്പോൾ ടോം ഹോളണ്ടും എല്ലാവരും അങ്ങനെ തന്നെ. പക്ഷേ ഇതിൽ ഒരു സീനിൽ പോലും മൂപ്പര് ആ ഒരു സ്യൂട്ടിട്ട് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം എൻ്റെയറിലെ ആ ഒരു അപ്പിയറൻസിൽ തന്നെ നമുക്ക് ഫിസിക്ക് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. ചിലപ്പോൾ നിക്കോളസ് കേജിനൊക്കെ കാസ്റ്റ് ചെയ്തതിൻ്റെ മെയിൻ കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ പോലെ ബെൻ എന്നൊരു ക്യാരക്ടറിനൊക്കെ ആയിരിക്കും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് ഉള്ളത് കൊണ്ട്. സോ മൂപ്പര് പെർഫോം ചെയ്യുന്ന കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ആക്ടറെ കുറിച്ച് കാസ്റ്റ് ചെയ്ത്. പക്ഷേ ഇറ്റ്സ് നൈസ്, ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറെ എക്സ്ട്രോർഡിനറി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ഡീസൻ്റ് ആയിട്ട് മൂപ്പര് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മാർവൽ ക്യാരക്ടറൊക്കെ ആയിട്ട് നമ്മുടെ ഗോസ്റ്റ് റൈഡറൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മൂപ്പര് സ്പൈഡർമാൻ ആയിട്ടും കൂടി വരുന്നൊരു സീരീസ്. ആൻഡ് ഇതിൽ ആക്ഷൻ സീക്വൻസുകളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അത് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചേ ഉള്ളൂ. അത് പ്രതീക്ഷിച്ച് കാണരുത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മോഡലൊരു സാധനമാണ്. നമ്മളിപ്പോൾ ബാറ്റ്മാൻ സിനിമകളൊക്കെ കാണുക, അല്ലെങ്കിൽ സീരീസുകളൊക്കെ കാണുന്നത് അതേപോലെ തന്നെയുള്ള ആ ഒരു മോഡലുള്ളൊരു പാറ്റേൺ തന്നെയാണ്. ആൻഡ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവർ കൊണ്ടുവരാൻ കാരണം ഈ ഒരു ക്യാരക്ടറെ എങ്ങനെയാണ് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഇൻ ടു ദി സ്പൈഡർ വേഴ്സിലും ദെൻ കോമിക്സിലൊക്കെ തന്നെ ഈ ഒരു ക്യാരക്ടറാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇൻ ടു ദി സ്പൈഡർ വേഴ്സിലാണ് ഈ ഒരു ക്യാരക്ടറിനെ. അതും കാണണമെന്ന് നിർബന്ധമില്ല, ഞാൻ ഈ പറഞ്ഞ പോലെ അതുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. ആൻഡ് അങ്ങനെ അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കാനുള്ള കാരണം ഈ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു കഥ നടക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു. അറൗണ്ട് ഒരു 1930s ഒക്കെയാണ്. ഐ തിങ്ക് സ്പൈഡർ വേഴ്സിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരുന്നു. സോ ഈ ഫസ്റ്റ് സീസൺ ഇതിൻ്റെ ഈ സ്പൈഡർ നോവലിൻ്റെ കഥ നടക്കുന്ന ഒരു 1930s കാലഘട്ടം ആയതുകൊണ്ട് ആ ഒരു ഫസ്റ്റ് വേൾഡ് വാറും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോസ്റ്റ് വേൾഡ് വാർ ഇറക്കിയാണ് കാണിച്ചു തരിക. സോ ആ ഒരു ടൈമിലുള്ള ഒരു സ്പൈഡർമാൻ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് ഇതിൻ്റെ ഒരു എൻഡിങ് ഉണ്ട്. ഫസ്റ്റ് സീസൺ കൊണ്ട് നിർത്തുന്ന ആ ഒരു ക്ലിഫ് ഹാങ്ങർ സാധനം ഉണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് സീസണിലേക്കുള്ള ഒരു പൊട്ടൻഷ്യൽ ഇവർ കൊണ്ട് നിർത്തുന്നത് അത് കുറച്ചും കൂടി അടിപൊളിയാണ്. അത് ആക്ച്വലി ആ ഒരു സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ആ ഒരു എറയിലേക്ക് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചാൽ എങ്ങനെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് സീസണൊക്കെ ആലോചിക്കുന്ന സമയത്ത് വേൾഡ് വാർ ടൈമിൽ പുറത്തുനിന്ന് ആലോചിച്ചൊക്കെ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഈ പറയുന്ന സ്പൈഡർമാൻ അതിൻ്റെ അറ്റാക്കോടെ എങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു സെറ്റപ്പിലാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ആക്ഷനല്ല, കൂടുതലായിട്ട് ഇവർ ഇൻവെസ്റ്റിഗേഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. സോ കുറേ ക്യാരക്ടേഴ്സ് ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സ്പൈഡർമാൻ്റെ ഒറിജിൻ സ്റ്റോറി അത് രസമുണ്ട്. അതല്ല ഒരു ആൾട്ടർനേറ്റ് വെർഷൻ ആയതുകൊണ്ട് നമ്മൾ മറ്റേ വെറുതെ വന്ന് ഇട്ടുകാലി കടിക്കുന്നൊരു സെറ്റപ്പ് അല്ല, അതിന് ഇവർ വേറെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടു തന്നെ മനസ്സിലാക്കുക, അടിപൊളിയാണ്. ഈ വേൾഡ് വാറായിട്ട് ബന്ധപ്പെട്ടൊരു പരിപാടിയാണ്. സോ അവിടെ നിന്നുണ്ടാവുന്ന വേറെ കുറേ വില്ലൻസാണ് ഇതിൽ മറ്റു സൂപ്പർ വില്ലൻസ്. സോ എല്ലാം കൂടി ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഈ പറഞ്ഞ പോലെ
ഈ സ്പൈഡർമാൻ അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു ബെൻട്രയിലേക്ക് എങ്ങനെയാണ് ഈ ഒരു പവേഴ്സ് കിട്ടിയത് അതേപോലെ തന്നെ പവേഴ്സ് കിട്ടിയിട്ടുള്ള മറ്റാൾക്കാരും ഉണ്ട്. അവർ തന്നെയാണ് സൂപ്പർ വില്ലൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇടയിൽ കൂടെ ഇവരെ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇങ്ങനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന കുറേ നല്ല ക്യാരക്ടേഴ്സ് ഉള്ള അല്ല നല്ല അടിപൊളിയായിട്ട് സീരീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അതിൻ്റെ ടോട്ടലായിട്ട് മേക്കിംഗ് ആയിക്കോട്ടെ ചില ചില ഷോർട്സും ചില മറ്റേ ആ ഒരു ക്ലാസിക് പടങ്ങൾ കാണുന്ന രീതിയിലാണ് ചില സാധനങ്ങളൊക്കെ ചില ഷോർട്ട് പ്ലേസ്മെൻറ്റൊക്കെ ഉള്ളത്. ദെൻ ഇതിൻ്റെ ആർട്ടായിക്കോട്ടെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അടിപൊളിയാണ്. സൗണ്ട് ഡിസൈനും ഒക്കെ പൊളി. സോ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല സീരീസുകളിലൊന്നാണ്. ഇത് വീക്ക്ലി ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ഹൈ നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ വല്ല പൊളി സാധനം. സോണിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സിലുള്ള ഒരു ക്യാരക്ടറാണ്. അത് ഈ പറഞ്ഞ പോലെ ആൾട്ടർനേറ്റ് വെർഷനിലുള്ള നിങ്ങൾ വേറെ ഒന്നും കാണണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ ഈവൺ നമ്മുടെ സ്പൈഡർ വേഴ്സ് പടങ്ങൾ കാണണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഈ ഒരു ക്യാരക്ടർ ആരാന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ പറഞ്ഞു തരും. ഒറിജിനൽ സ്റ്റോറി എല്ലാം ഇതിൽ തന്നെ പറഞ്ഞു തരും. സോ ഫ്രഷായിട്ട് വേറെ പെർസ്പെക്റ്റീവിലുള്ള പുതിയൊരു സ്പൈഡർമാൻ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഐ തിങ്ക് ഈ വർഷത്തെ ആദ്യത്തെ സ്പൈഡർമാനാണ്. നമുക്ക് ഇനി 2-3 വരാനുണ്ട്. നമുക്ക് ഇൻറ്റു ദി ഇല്ല നമ്മുടെ ബ്രാൻഡ് ന്യൂടെ വരാനുണ്ട്. നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ അടുത്ത മാസം നമുക്ക് ജൂലൈയിൽ. ദെൻ അത് കഴിഞ്ഞാൽ ഡൂംസ്ഡേ വരും. അതിലും വരുമല്ലോ സ്പൈഡർമാൻ. സോ ഇങ്ങനെ സ്പൈഡർമാൻ കണ്ടൻറ്റുകൾ ഈ വർഷം കുറേ ഉണ്ട്. സോ അതിൽ ആദ്യമായിട്ട് വന്ന സാധനം പൊളി സാധനമാണ്, കിഡിലിനാണ്. ഒരു ഡാർക്ക് ടേക്കാണെന്ന് പറയും. ഒരു വെറൈറ്റി അപ്രോച്ചുള്ള ബ്ലാക്ക് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കിഡിലൻ സീരീസാണ്. കണ്ടു നോക്കുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. 8 എപ്പിസോഡും ആമസോൺ പ്രൈമിലുണ്ട്. മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും കാണാം. നന്ദി.